തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി OUP സ്കൂളിലെ പിതാവ് മരണപ്പെട്ട പാവപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും പരപ്പനങ്ങാടി ലോക്കൽ അസോസിയേഷനും സംയുക്തമായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി. താക്കോൽ ദാനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സ്കൗട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയങ്ങൾ തന്നെ പരസ്പരം സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരു സ്കൗട്ടിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥി എന്നുള്ളത് അവരെ ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിത ശൈലിയിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഓരോ പ്രവർത്തന മണ്ഡലങ്ങളിൽ വലിയ മാറ്റം സ്കൗട്ടിലൂടെ ഉണ്ടാകും. അത് സഹജീവികൾ തിരിച്ചറിയാനുള്ള കഴിവ് ചെറിയ പ്രായത്തിൽ തന്നെ സ്കൗട്ടിലൂടെ അവർക്ക് ലഭ്യമാവുകയാണ്. അതിപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. ഈ ഒരു പ്രവർത്തനം രംഗത്തെ ഈ ഭവനം നിർമ്മിച്ച് നൽകുക, സ്നേഹഭവനം നൽകുക എന്നുള്ളത് സ്കൗട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ മലബാറിൻ്റെ പ്രത്യേകത പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുന്ന മനസ്സുള്ളവരുടെ ഒരു കൂട്ടമാണ് ഈ മലയാളികൾ. കേരളം എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യത്തിലും ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം മനസ്സിനേറെ ദുഃഖിപ്പിക്കുന്ന ഒരു ദുരന്തം ആണ് ഇവിടെ നടന്നത്. ഈ ദുരന്തമുഖത്ത് സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം രാത്രി 1:30 മണിക്ക് നടന്നു. 8 മണി മുതൽ ഞങ്ങളൊക്കെ തന്നെ ആ പ്രദേശത്ത് മുഴുവൻ നിലമ്പൂരിലും വയനാട്ടിലുമാണ്. ഏറ്റവും സങ്കടകരമായുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ ഈ ദുരന്തമുഖത്തുള്ള നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് മലയാളികൾ അവിടെ ഒത്തുകൂടി. തിരൂരങ്ങാടി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ സ്നേഹഭവനമാണിത്. 2014 സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്ത് ആദ്യമായി സഹപാഠിക്കൊരു സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് ഈ സ്കൂളായിരുന്നു. 11.5 ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് ചിലവ് വന്നത്. അസോസിയേഷൻ വീതവും സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ പിരിച്ച തുകയും ഉൾപ്പെടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക മതരംഗത്തെ കൂട്ടായ്മകളും ഈ സ്നേഹഭവനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഷൻ 2021-26 പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സ്നേഹഭവനം എന്ന പദ്ധതി ആരംഭിക്കുകയും 91 സ്നേഹഭവനങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൈമാറുകയുണ്ടായി. തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ താനൂർ, പരപ്പനങ്ങാടി, വേങ്ങര സബ് ജില്ലകളിലായിട്ട് 2 സ്നേഹഭവനങ്ങൾ നേരത്തെ കൈമാറുകയും ഇന്ന് മൂന്നാമത്തെ സ്നേഹഭവനമാണ് കൈമാറിയത്. പരപ്പനങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ 2ാമത്തെ സ്നേഹഭവനങ്ങളാണ് ഇത്. വേങ്ങര സ്നേഹഭവനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. താനൂർ സബ് ജില്ലയിലെ 2ാമത്തെ സ്നേഹഭവനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു സബ് ജില്ലയിൽ മിനിമം 2 സ്നേഹഭവനങ്ങൾ എന്ന ലക്ഷ്യമാണ് നമ്മുടെ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ല ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി NK പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ LSS, USS വിജയികൾക്കുള്ള PTA കമ്മിറ്റിയുടെ ഉപഹാരം വിദ്യാർത്ഥികൾക്ക് മന്ത്രി നൽകി. സ്കൂളിൽ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് പിരിച്ചെടുത്ത തുക മന്ത്രിക്ക് കൈമാറി. CH മഹമ്മൂദ് ഹാജി, അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, EK അഹമ്മദ് കുട്ടി, CP ഹബീബ, MP അനിത, സക്കീന മലയിൽ, രാജ്മോഹനൻ, ജിജി ചന്ദ്രൻ, K അൻവർ, കാരാടൻ റഷീദ്, ഫരീദ ബി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ P അഷ്റഫ് സ്വാഗതവും LA സെക്രട്ടറി TK ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.